ഹായ് ഹലോ. കർക്കിടക മാസം തുടങ്ങി. പത്തില കൂട്ടാൻ വെക്കാൻ നേരമായി. ഞങ്ങളുടെ വീട്ടിൽ കർക്കിടക മാസമായാൽ സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒരു കൂട്ടാനുണ്ട്. പത്തില കൂട്ടാൻ. അതിനു വേണ്ടിയിട്ടുള്ള ഇല പറിക്കുന്നതാണിത്. കർക്കിടക മാസത്തിൽ ഈ കൂട്ടാൻ കൂട്ടിയാൽ പിന്നെ ഇല കൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നവും പിന്നീട് നമുക്ക് ഉണ്ടാവില്ലെന്നാണ് ഇവരുടെ വിശ്വാസം. ഉമ്മ പറയുന്നതാണ്. ഇത് കോഴിച്ചീര. ഇത് മുളകിൻ്റെ ഇല. ഇത് ഒരു തരം ചീരയാണ്. പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത് മുണ്ടാട്ടങ്ങയുടെ ഇല. പിന്നെ റബ്ബർ ചീര. ഇത് കൊളസ്ട്രോൾ ചീര. ഇത് മത്തയുടെ ഇല. പിന്നെ ഇത് തുപ്പലം പൊട്ടി എന്ന് പറയും, അതിൻ്റെ ഇല. പിന്നെ കുമ്പളത്തിൻ്റെ ഇല. പിന്നെ സാദാ ചീര. അങ്ങനെ ഇലകളെല്ലാം ഓരോന്നായി പൊട്ടിച്ചു തന്ന് ഉമ്മത നിരത്തി വെച്ചിട്ടുണ്ട്. 10 തരം ഇല വേണം കൂട്ടാനുണ്ടാക്കാൻ. ഇലകൾ ഓരോന്നായി ശ്രദ്ധയോടെ പൊടിയും മാറാലയും എല്ലാം നോക്കിയിട്ട് വേണം എടുക്കാൻ. ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് ഉമ്മ. ശേഷം നന്നായി വെള്ളത്തിലിട്ട് കഴുകണം. പൊടിയും കച്ചറയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വാർന്ന് വെക്കാം. കഴുകി വെച്ച ഇലകളെ ചെറുതായി നമുക്ക് അരിഞ്ഞെടുക്കാം. നന്നായി ചെറുതായി തന്നെ അരിഞ്ഞെടുക്കണം. വെളുത്തുള്ളി, ചെറിയുള്ളി, പഴുത്ത മുളക് എന്നിവ ചതച്ചെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി, ചെറിയുള്ളി ചതച്ച കൂട്ടും ചേർത്ത് നന്നായി ഇളക്കി ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. ഇലകൾ എല്ലാം തന്നെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇലക്ക് നന്നായിട്ട് തന്നെ വേവുണ്ട്. കാരണം 10 തരം ഇല ഉള്ളതല്ലേ. അതിനനുസരിച്ച് 10 തരം ഇലക്കും 10 തരം വേവാണ് ഉള്ളത്. അതിൻ്റെ അനുസരിച്ച് തന്നെ നമുക്കൊരു മാക്സിമം 15 മിനിറ്റെങ്കിലും ഈ ഇലക്കറി വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി മറിച്ചും നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഈ ഇല കഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പരുവാകുമ്പോൾ നമുക്കിത് എടുക്കാം. കുറച്ച് ചാറോടെ തന്നെ എടുക്കണം. പിന്നെ ചോറ് വിളമ്പി ചാറോട് കൂടി കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി നോക്കണം.